ജീവിതത്തിന്റെ പാതി വഴിയിൽ എങ്ങും എത്താതെ സ്റ്റക്കായി നിൽക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നിരാശ പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ആ നിരാശയെ മാറ്റിമറിക്കുന്ന യേശു കർത്താവിന്റെ വാക്കുകൾ ഈ നിമിഷം, ഈ കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കും രൂപാന്തരത്തിനും വഴിതെളിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉയർന്നൊരു മലമേൽ കയറിപ്പോയി. വൈകുന്നേരത്തേക്ക് അവരൊക്കെ പറഞ്ഞയച്ചു. പ്രാർത്ഥനയ്ക്കനന്തരം യേശു തിരിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്ന ഒരു അനുഭവമാണ്. യാത്രകൾ വൈകുന്നേരത്തെ പുറപ്പെട്ടതാ, എന്നാൽ 4-ാം യാമമായിട്ടും ബെസ്സയിൽ എത്തിച്ചേരാതെ അവർ ആകെ തളർന്നുപോയി, കുഴഞ്ഞുപോയി. ഏകദേശം 6 മൈൽ ദൂരം മാത്രമുള്ള അവർക്ക് യാത്ര ചെയ്യേണ്ടത്. പക്ഷെ വൈകുന്നേരം യാത്ര പുറപ്പെട്ടിട്ടും ഇത്രയും സമയമായിട്ടും എങ്ങും എത്തിയില്ല. എപ്പോഴേ എത്തിച്ചേരേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ജീവിതത്തിൽ നന്മ പ്രാപിക്കേണ്ടതും അനുഗ്രഹം പ്രാപിക്കേണ്ടതും ഉയർച്ച പ്രാപിക്കേണ്ടതൊക്കെ ആയ സമയം ഇന്നലകളിലേ കഴിഞ്ഞുപോയി. പക്ഷേ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോഴും എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ. പക്ഷേ യേശുവിന്റെ ആഗമനം ആ യാത്രയുടെ ഗതിയെ മാറ്റിമറിക്കാനിടയായി. അതുവരെ എവിടെയാണോ അവർ സ്റ്റക്കായി നിന്നത്, കർത്താവ് ആ സാഹചര്യത്തെ തിരിച്ച് മാറ്റിമറിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടുള്ള യാത്രയല്ലേ, ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിന്റെ മുമ്പിലില്ലേ, എന്നിട്ടും തളർന്നു പോയ, ക്ഷീണിച്ചു പോയ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ഥിതികളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ അവസ്ഥകൾക്ക് യേശു രൂപാന്തരം വരുത്താൻ പോകുന്നു എന്നുള്ളതിൽ 2 തർക്കമില്ല. അങ്ങനെ ശിഷ്യന്മാർ വളരെ ക്ഷീണിച്ചവരായി, തളർന്നവരായി ആ യാത്രയുടെ പാതി വഴിയിൽ എങ്ങും എത്താതെ നിരാശ പൂണ്ടവരായിരുന്നപ്പോൾ യേശുവിന്റെ സാമീപ്യം അവരുടെ യാത്രകൾക്ക് വേഗത കൂട്ടുവാനിടയായി. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, എൻ്റെ നല്ല സുഹൃത്തുക്കളെ, എവിടെയാണ് നമ്മൾ തളർന്നു പോയത്? എവിടെയാണ് നമ്മൾ ക്ഷീണിച്ചു പോയത്? അധ്വാനത്തിന് കുറവില്ലാഞ്ഞിട്ടാണോ? നമ്മളുടെ പങ്കപ്പാടുകൾക്ക് കുറവില്ലാഞ്ഞിട്ടാണോ? ഒരുപാട് യാത്രകൾ ചെയ്യാഞ്ഞിട്ടാണോ? ഒരുപാട് അധ്വാനിക്കാഞ്ഞിട്ടാണോ? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? എവിടെയൊക്കെയോ ഇന്നും സ്റ്റക്കായി നിൽക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുവാൻ ഈ സന്ദേശം ഒരു കാരണമായി തീരട്ടെ.